മൗണ്ടഡ് ഫ്ലാഷ്, ഓഫ് ക്യാമറ ഫ്ലാഷ് എന്നിങ്ങനെയൊക്കെ ഞാൻ തരംതിരിച്ചത് ആ ക്യാമറയായിട്ട് ഫ്ലാഷ് കണക്ട് ചെയ്യുന്ന രീതിയെ ആശ്രയിച്ചാണ്. അതായത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് മൗണ്ടഡ് ഫ്ലാഷായി, പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ ഓഫ് ക്യാമറ ഫ്ലാഷായി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സാധാരണയായിട്ട് ഈ രണ്ട് മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. ഒരു വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ മിക്കവാറും ഉപയോഗിക്കുക മൗണ്ടഡ് ഫ്ലാഷ് ആയിരിക്കും, ക്യാമറയിൽ മൗണ്ട് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഒരു മോഡൽ ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ വെഡ്ഡിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് ക്യാമറ ഫ്ലാഷ് ആയിരിക്കും ഉപയോഗിക്കുക. ഇത് രണ്ടും ഓരോ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞത് മൗണ്ടഡ് ഫ്ലാഷും ഓഫ് ക്യാമറ ഫ്ലാഷും ആണെങ്കിൽ ശരിക്കും ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്ന ഫ്ലാഷുകളെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതാണ് ഇനി നമ്മൾ അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പോർട്ടബിൾ ഫ്ലാഷുകളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മാനുവൽ ഫ്ലാഷുകളും മറ്റൊന്ന് ഓട്ടോമാറ്റിക് ഫ്ലാഷുകളും. എന്താണ് മാനുവൽ ഫ്ലാഷ്? മാനുവൽ ഫ്ലാഷ് ആയാലും ഓട്ടോമാറ്റിക് ഫ്ലാഷ് ആയാലും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയുടെ മുകളിൽ മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം, ഓഫ് ക്യാമറയായിട്ട് ഉപയോഗിക്കാം. ഏത് രീതിയിൽ, അതൊക്കെ നിങ്ങളുടെ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓഫ് ക്യാമറ ഫ്ലാഷ് അല്ലെങ്കിൽ മൗണ്ടഡ് ഫ്ലാഷ് എന്നുള്ളത് ഫോട്ടോഗ്രാഫറിൻ്റെ ആ സമയത്തുള്ള ഒരു ചോയ്സ് ആണെങ്കിൽ, മാനുവൽ ഫ്ലാഷ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫ്ലാഷ് എന്നുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് മാനുവൽ ഫ്ലാഷ് എന്ന് നോക്കാം. മാനുവൽ ഫ്ലാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ക്യാമറയുടെ ഹോട്ട് ഷൂവിൽ ഫ്ലാഷ് മൗണ്ട് ചെയ്തു. ഇനി നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് ആവശ്യമായ പ്രകാശം എത്രയാണ് എന്നുള്ളത് നിങ്ങളുടെ ക്യാമറക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് എക്സ്പോഷർ മീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ മാനുവൽ രീതിയിൽ ക്യാമറയെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫ്ലാഷ് മാനുവലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രകാശമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. ചിലപ്പോൾ അത് ഫുൾ പവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ലൈറ്റ് നിങ്ങളുടെ ഫ്രെയിമിലേക്ക് പമ്പ് ചെയ്ത് വിടും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ചിത്രം വെളുത്തു പോവും. ചില സമയത്ത് പവർ വളരെ കുറച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാതെ ഫോട്ടോ എടുത്താൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ചിത്രം ഇരുണ്ടു പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അഥവാ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആ സിറ്റുവേഷന് ആവശ്യമായ വെളിച്ചം എത്രയാണ് എന്ന് ഫോട്ടോഗ്രാഫർ സ്വയം കണക്ക് കൂട്ടി അതിനനുസരിച്ച് മാനുവലി ഫ്ലാഷിൻ്റെ പവർ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലാഷുകളെയാണ് മാനുവൽ ഫ്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അത് ആ സിറ്റുവേഷന് എത്രത്തോളം ലൈറ്റ് വേണം എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടണം. എന്നിട്ട് നിങ്ങൾ ഫ്ലാഷിൻ്റെ പവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫോട്ടോ കിട്ടുകയുള്ളൂ. ഫ്ലാഷ് ഉപയോഗിച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ എക്സ്പോഷർ മീറ്ററിനെ ആശ്രയിച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അത് പലപ്പോഴും ഒരു ഊഹത്തിൻ്റെ മുകളിലാണ് ഫോട്ടോ എടുക്കേണ്ടത്. ട്രയൽ ഷോട്ടുകൾ അടിച്ചിട്ട് നിങ്ങൾ നോക്കുക ഇത് കറക്റ്റാണോ എന്നുള്ളത്. അതിനുശേഷമാണ് നിങ്ങൾ ഫൈനൽ ഷോട്ട് എടുക്കേണ്ടത്. ഇനി തിരിച്ചു വരാം. അപ്പോൾ മാനുവൽ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ അയാളുടെ കൈകൊണ്ട് ഓരോ സമയത്തും, നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ പവർ 5 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ കുറച്ച് ലൈറ്റ് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാമറയുടെ ഫ്ലാഷിലോട്ട് അതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ് കുറച്ചുകൊണ്ടിരിക്കണം. അതേപോലെ അടുത്ത ഫോട്ടോ എടുക്കുമ്പോൾ തീരെ ഇരുട്ടാണെങ്കിൽ നിങ്ങളപ്പം മുഴുവനായിട്ട് ഫ്ലാഷിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മുഴുവനായിട്ട് അതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാനുവലി എക്സ്പോഷർ ക്യാമറയിൽ സെറ്റ് ചെയ്യുന്നത് കൂടാതെ ഫ്ലാഷിൻ്റെ അല്ലെങ്കിൽ ഫ്ലാഷിൻ്റെ പവർ കൂടി എല്ലാ സമയത്തും സെറ്റ് ചെയ്യേണ്ടി വരുന്ന തരം ഫ്ലാഷുകളെയാണ് നമ്മൾ മാനുവൽ ഫ്ലാഷുകൾ എന്ന് വിളിക്കുന്നത്. ഇതാകെ ക്യാമറയായിട്ട് ഈ ഫ്ലാഷിനുള്ള ഒരു ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഫയർ എന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ ക്യാമറ ഫ്ലാഷിനോട് പറയും, ഓക്കെ ഞാൻ ട്രിഗർ ചെയ്യാണ്, ലൈറ്റ് അടിച്ചോളൂ എന്ന് പറയും. അത് അങ്ങോട്ട് ലൈറ്റ് അടിക്കും. അത്ര തന്നെ അവർ തമ്മിൽ ബന്ധമുള്ളൂ. ബാക്കിയെല്ലാം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതായത് ഫോട്ടോഗ്രാഫറാണ് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ എക്സ്പോഷർ നമ്മൾ തീരുമാനിക്കണം, ക്യാമറയുടെ പവറും നമ്മൾ തീരുമാനിക്കണം. ഇത് നമ്മുടെ ജോലിയെ കുറച്ചധികം ബാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ നമ്മൾ ചിത്രത്തിലേക്ക് വരുന്നത്.